അതെ ടി വി എങ്ങനെയാ ഇതിന്റെ അടിയിൽ അടിക്കുന്ന ഉമ്മാരെ ഹോസ്റ്റേജ് നമ്മുടെ കയ്യിലല്ലേ? അതെ അമ്പത്തൂര് എടാ അറിഞ്ഞ അടിക്കട എല്ലാ പൂരികളും എടുക്കുക. അത് അറിഞ്ഞ അടിച്ചിട്ട് തീർത്തിട്ട് പോന്നാ മതി. മയിലാള് നമ്മുടെ ഒരു കൂടുതലുള്ള ഹോസ്റ്റൽ എടുത്തെന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. ചന്തയിലേയും അലങ്കാരായിട്ട് നടക്കല്ലേ? എന്താ ബ്രോ? ഹലോ ബ്രോ ഓ അടി 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 അടിപൊട്ടി മോബി സാംസങ്ങിനടുത്ത് മോബിയാണ് ആദ്യം അടിച്ചതോടെ. പിന്നെ ഷേക്ക് ആഷ് ബ്രൂട്ടലിനെ എടുത്തിരിക്കുന്നു. ഷേക്ക് ആഷ് ബ്രൂട്ടലിനെ അടുത്ത് ജർമ്മൻ കണ്ണാപ്പി ഷേക്കിനെ എടുത്തിരിക്കുന്നു. ഇവിടെ ജൂഡ് ഇക്രുമോന് കിലുവ ജപ്പ റാംബോനെ എടുത്തിരിക്കുന്നു. മാക്ക് കിലുവനെടുത്ത്. എന്തൊക്കെയാ നടക്കുന്നത്? ജൂഡ് ഇപ്പൊ എവിടൊക്കെയാ അടി പൊട്ടുന്നത്? നീല് ഡൗൺ ആയിരിക്കുന്നു. ഇക്രുമോ നീലിനെ എടുത്ത്. റയൻ മിന്നൽ മാക്കിനെ എടുത്ത്. രായൻ മിന്നൽ മാക്കിനെ എടുത്ത്. ജോക്കറിനെ മദാര എടുത്ത്. റഷ്യൻ ഇന്ത്യയിൽ ഇവിടെ മേളിൽ കയറി അടിക്കുന്നുണ്ട്. ഓ മദാരയ്ക്ക് നല്ലൊരു ടാഗ് വന്നുണ്ട്. ഇക്രുമോൻ മദാര എടുത്ത്. ഇക്രുമോനെ ഇവിടെയുള്ള കുറെ പേര് ഡൗൺ ആക്കുന്നുണ്ട്. ഇവരാണ് അടിച്ചത്. ഇവരാണ് പപ്പൂര് അടിച്ചത്. ആ പോന്ന ബ്ലാക്ക് ഡ്രസ് ഇല്ലേ അവനും ഉണ്ടാ. ഇല്ല ഞാൻ കളിക്കുന്നേ. ഞാൻ അവിടെ 1 HP കളിക്കുന്നേ. ജൂഡ് ഈ ഒരു ബുള്ളും ജൂഡ് ഇവിടെ നിൽപ്പുണ്ട്. ബുള്ള് രായനെടുത്ത്. അതെന്താണെന്നോ ഫ്ലിക്ക് അടിച്ചതാണ്. ഏബിൽ ആര് ഡൗൺ ആക്കിയില്ല. ഏബിൽ പ്രണാസേട്ടൻ ഡൗൺ ആക്കി. റഷ്യൻ ഡിഎൻഎല്ലിന് റഷ്യൻ ഡിഎൻഎല്ലിൽ ഏബിലിനെ എടുത്തെന്ന് തോന്നുന്നു. അമ്പത്തൂരിന് ഇക്രുമോനെടുത്ത്. ഇക്രുമോൻ അവിടെ കുറെ പിക്ക് എടുത്തിട്ടുണ്ട്. ഇക്രുമോൻ കുറെ പേര് ഡൗൺ ആക്കിയെന്ന് തോന്നുന്നു. ഇവിടെ അമ്പത്തൂര് എടാ ഞാൻ പറയട്ടെ. ഗ്യാങ് ഹൗസ് കൊണ്ടോ ഇവിടുന്ന് നമ്മുടെ ആളിനെ എന്തിനാ വെടിച്ചത്? നിങ്ങളാളെ വന്നല്ലോ. ഹലോ നമ്മുടെ വെടിവെച്ച എന്തിനാ? നിങ്ങൾക്ക് നിങ്ങളെ ഫയർ ചെയ്തില്ല. നിങ്ങളെ ഫയർ ആരെ ഫയർ ചെയ്തേ? എടാ കൊത്തി ഹലോ എടാ ഒരു ഇത് ലിഫ്റ്റ് അപ്പ് ചെയ്താണ്. എടാ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാ. അത് മൈൻഡ് ചെയ്യണ്ട. KVN കോണ കേക്കണ്ട. എല്ലാരും തിരിച്ച് ഗ്യാങ് ഹൗസിൽ വാ. എല്ലാരും തിരിച്ച് ഗ്യാങ് ഹൗസിൽ വാ. എടാ എടാ ഇതെന്താ വണ്ടി കയറാൻ കഴിയത്ത്? എടാ എല്ലാരും ഗ്യാങ് ഹൗസിൽ വാ. ഇല്ല അവന്മാർക്ക് നമ്മളെ വണ്ടിന്റെ മണം പിടിച്ചത്. ഒറ്റ കാര്യമുള്ളൂ. ഗ്യാങ് ഹൗസിൽ വാ. അവിടെ ഇന്ന് സംസാരിച്ച് സിറ്റുവേഷൻ ആക്കണ്ട. അവന്മാർ എന്തോ ചോദിച്ചാലും ഒന്നും പറയണ്ട. ഗ്യാങ് ഹൗസിൽ വാ. വേറെ ഒന്നുമില്ല. ഗ്യാങ് ഹൗസിൽ വാ. ഫ്രസ്ട്രേറ്റഡ് പുണ്ടാളാ. അതെ എങ്ങനെയെങ്കിലും ഇത് ആവണ്ടേ. ബേൺ ചെയ്ത ഓടിയെന്നല്ല അപ്പൊ തന്നെ മാറ്റിട്ട്. ഞാൻ ഒരു കാര്യം പറയാം. ഇവനെ ബേൺ ചെയ്തെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഞാൻ ആദ്യം ഇവനെ കത്തിനോട് സോ വേറെ ഒരു ബോഡി എടുത്തു കേട്ടോ. ഇല്ലടാ ആന അപ്പൊ തന്നെ ട്രാക്ക് ചെയ്തു. ദൈവം കണ്ടില്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പോലെ ഒപ്പീനിയൻ ആരെടുത്ത് ചോദ്യം. ഒപ്പീനിയൻ ആരും വാടക്കേണ്ട. താഴെ കൊണ്ടോ അവനെ ഹോസ്റ്റേജിനെ ഇതാക്കാം. ചന്ത സംസാരിക്കാതെ താഴെ വന്നിട്ട് കിടന്ന് കലവില കൂട്ടല്ലേ. എനിക്ക് അവന്റെ അടുത്ത് ആ പുണ്ടെടുത്ത് എനിക്ക് 2 ഡയലോഗ് പറയാനുള്ളത്.
ഇല്ല കൊണ്ടുപോവാ എടാ ഒരു മിനിറ്റ് പറ 51 രൂപ പറഞ്ഞു ആ പാന്റ് ഒന്ന് ഊരിക്കടാ നീ മറക്കരുത്. മറക്കൂലടാ ഞാൻ എടാ നീ കൊണ വേണ്ട മനസ്സിലായ നീ നമ്മള് പറയണെങ്കിൽ കേട്ടാ മതി നീ നമ്മള് പറയണ കേട്ടുകൊണ്ടെങ്കിൽ നടന്നാ മതി വന്ന് കേറാ നീ കൊടയടിക്കണാടാ വന്ന് കേറാ എടാ ഞാൻ പറയട്ടെ ഈ കുണ്ണകൾക്ക് ഇതേമാതിരിക്കത്തെ തോന്നിയ നിയമം കാണിക്കാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മക്ക് എന്തത് ചെയ്തൂടെ എടാ പച്ചവാണങ്ങളെ പച്ചത്തിട്ടങ്ങളെ പച്ച കണ്ടികളെ മയിരാള് എടാ ടി വി എങ്ങനെയാടാ ഇതിന്റെ ഇടയിൽ അടിക്കുന്ന ഉമ്മാരെ ഹോസ്റ്റേജ് നമ്മളെ കയ്യിലല്ലേ ഇതെന്ത് പൂര പരിപാടിയാണിത് തോന്നിയ നിയമം തോന്നിയ കളിയോ ഇവിടെ എടാ അറിഞ്ഞ അടിക്കട എല്ലാ പൂരികളെ അടിക്കുക അത് അറിഞ്ഞ അടിച്ചിട്ട് തീർത്തിട്ട് പോന്നാ മതി മയിരാള് തോന്നിയ പോലെ കളിക്കുന്ന ഒരു കുണ്ടാൾ ഇവിടെ കളിക്കണ്ട എന്ത് മയിലിനെ പിന്നെ നമ്മളൊക്കെ ഇവിടെ ഓമാര് കേവിയും ടിവിയും പാടെ നിന്ന് അടിക്കാൻ നമ്മള് പിന്നെ എന്ത് ഉമ്പാനാണ് ഈ സെർവറിൽ കളിച്ചത് മയിര് ഇവിടെ അടിയടാ എല്ലാരും അടി ഇവിടെ നിന്ന് ഇറങ്ങി പോയാലും വണ്ടിയിൽ മയിരാൾ അടിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി തോന്നിയ മാറി കളിക്കാം മയിര് പിന്നെ ഇവിടെ ഹോസ്റ്റേജ് ഉണ്ടായതുകൊണ്ട് പിന്നെ ഗ്യാങ് ഹൗസിന് തന്നെ വേണം കയറി അടിച്ചോ എന്ത് മയിര് പരിപാടിയാണിത് കോൾഡ് ഇട്ടാ പിന്നെ ഈ പറയുകൾക്ക് അറിയില്ല പിന്നെ ഇത് കളിക്കാൻ പാടില്ല എന്നുള്ളത് എടാ നീ അങ്ങോട്ട് KVന്റെ ഗ്യാങ് ഹൗസിന്റെ അവിടെ വിട്ടാണ് KV ഗ്യാങ് ഹൗസിന്റെ അവിടെ ഒന്ന് എന്ത് വേണ്ടാന്ന് ഈ മൈരാക്ക് തോന്നുന്ന മാതിരി കളിക്കാന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ കളിച്ചൂടെ ഇതൊക്കെ മയിര് തോന്നിയ പോലുള്ള കളി പൂറ് ഉമ്മാർക്ക് എന്തും ചെയ്യാന്നോ മയിര് കളി ടീം ഫയറാ ഹലോ ബ്രോ നമ്മുടെ ഒരു കൂട്ടത്തിലുള്ള ഹോസ്റ്റേജ് എടുത്തെന്ന് പറഞ്ഞാൽ അത് എന്തിനാണെന്നൊന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. ഹോസ്റ്റേജ് നിങ്ങൾ നമ്മളെ ഫയർ ചെയ്ത് നമ്മൾ ഇനീഷ്യൽ സിറ്റുവേഷൻ കഴിഞ്ഞുകൊണ്ട് സിറ്റുവേഷൻ ആയിരുന്നു എങ്ങനെ നിങ്ങളെ ചുമ്മാ വന്ന് ഫയർ ചെയ്തോ? നിങ്ങളാണല്ലോ നമ്മളെ പപ്പടത്തിനും പിന്നെ അതേപോലെ ആരുടെ ഫ്ലഫിനും അല്ല അതിന് മുമ്പത്തെ സിറ്റുവേഷൻ ഒന്നും പറഞ്ഞില്ലേ അപ്പൊ കൂടെ ഉള്ളവര്? ബ്രോയ്ക്ക് അറിയാവുന്നതായിരിക്കും ചിലപ്പോ ബ്രോ അടുത്ത് പറഞ്ഞേക്കുന്നത്. അതിന് മുമ്പ് കുറച്ച് സിറ്റുവേഷൻ ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ ഇവിടെ കണ്ണാപ്പിയെ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോയിട്ട് ഒന്നും പറയാതെ വണ്ടി എടുത്ത് പോയല്ലോ. സോറി ബ്രോ അവനെ ഇടിച്ച് കൊന്നിട്ട് ഒന്ന് ആളൊന്ന് റസ് പോലും ആവാതെ അതിനു മുമ്പ് നിങ്ങൾ മറ്റേ ആർക്കോ വേണ്ടിട്ട് ഒരു സോറി പറഞ്ഞിട്ട് പോവാണോ? നിങ്ങൾ അവരെ കൂടെ സോറി പറഞ്ഞിട്ടില്ല. അവിടെ എന്നോടാണ് ബ്രോ സംസാരിച്ചേ. അത് എഴുന്നേറ്റ് പോകാനാണ് അവനോട് പറഞ്ഞത്. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനെ മോബിയുടെ അടുത്ത് മറ്റേ മോബിയുടെ തന്തയ്ക്കൊക്കെ പറഞ്ഞായിരുന്നല്ലോ, അതെന്തായിരുന്നു ഒന്ന് കേൾക്കണമായിരുന്നു, അറിയാമായിരുന്നു. അതായിരുന്നു സിറ്റുവേഷൻ. അവിടെ ഒരു ഞാനും കണ്ണാപ്പി അവിടെ വന്ന് ഈ സിറ്റുവേഷൻ ചോദിക്കാൻ വേണ്ടി, കണ്ണാപ്പിനെ ഇടിച്ചു വന്നതിന്റെ സിറ്റുവേഷൻ ചോദിക്കാൻ വേണ്ടി ഞാനും കണ്ണാപ്പി അവിടെ പോയി. ചെന്നപ്പം തന്നെ ഇവരെല്ലാരും മാറിപ്പോയി ചോദിക്കാൻ വന്നപ്പോ. അപ്പം ഈ
ഇവരുടെ കൂട്ടത്തിൽ രണ്ടുപേര് വന്നിട്ട് എന്റെ ബൈക്കിൽ കയറിയിരുന്നത്. ആ ബൈക്ക് ഞാൻ ഇടിച്ചിട്ട്, ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല, ഞാൻ ബൈക്ക് ഇടിച്ചു. എന്റെ ബൈക്ക് ആയതുകൊണ്ട് ഞാൻ ഇടിച്ചിട്ടിട്ട് ഞാൻ ബൈക്ക് കയറുമ്പോൾ തന്നെ അവൻ വിളിക്കുന്നത് എന്താടാ തന്തയിലേമൊക്കെ നീയൊക്കെ സിറ്റിയിൽ അലങ്കാരമായിട്ട് നടക്കുവാണോ എന്ന് പറഞ്ഞാൽ ചോദ്യം തിരിച്ചങ്ങോട്ട്. അതാരാ നമ്മളെ സൈഡിൽ തന്നെയാണോ നിങ്ങളെ കൂട്ടുള്ള പിന്നെ ഫയർ ചെയ്തത് നമ്മളല്ല. എന്നിട്ട് അത് ഫയർ ചെയ്തത് നിങ്ങളാണ്. ആ സാംസുലേക്കാണ് എന്നെ ഫയർ ചെയ്തത് ഫസ്റ്റ്. അവൻ എന്നെ ഫയർ ചെയ്തത് അവന് ഓർമ്മയുള്ളൂ. അവനെ അടിച്ച് ഞാൻ അവന് കൊടുക്കാനുള്ള ഞാൻ അവിടെ തന്നെ കൊടുത്തിട്ടു. അത് സംസാരിക്കണം. നമ്മളത് അറിഞ്ഞിട്ടില്ല, അതൊന്ന് സംസാരിക്കണം. ഗ്യാങ്ങിന് വേണ്ടിട്ട് ഒരു സാധനം സംസാരിക്കാൻ വരുമ്പോ അറ്റ്ലീസ്റ്റ് അല്ലടാ മാക്കെ ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ് നമ്മളെ ഈ സിറ്റുവേഷനിൽ നമ്മളാള് ഡൗൺ ഈ ഫുൾ POV വെരിഫൈ ചെയ്യാനുള്ള ടൈം ഫ്രെയിം ഒന്നും ആയിട്ടില്ല. നമുക്കിത് മുഴുവൻ കണ്ടിട്ട് വരാനുള്ള സമയമൊന്നും ആയിട്ടില്ല. നമ്മളിത് മുഴുവൻ കണ്ടിട്ടില്ല. എന്റെ പൊന്നു മാക്കെ ടൈം ഫ്രെയിമും മറ്റേ കാണാനും ഒന്നും പോകണ്ട മാക്കെ. സ്വന്തം സിറ്റുവേഷനിലുള്ള മെമ്പറിനോട് എന്താ പറ്റിയെന്നൊന്ന് ചോദിച്ചാൽ മതി. അതിന് ടൈം ഫ്രെയിം POV ഒന്നും കാണണ്ട. ആര് POV കാണാൻ? ഞങ്ങള് POV ഉണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞ സിറ്റിയിലുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കണം, ഗ്യാങ് മെമ്പേഴ്സിന്റെ അടുത്ത് ചോദിക്കണം എന്താണെന്ന്. ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അവരുടെ സംസാരമായി അടിച്ചെന്ന് പറഞ്ഞ ഞാൻ ചോദിക്കണം ബ്രോ എന്താ പറ്റിയെന്ന് ചോദിക്കണം. ഇവരുടെ അടുത്ത് വന്ന് തന്തയില്ലായ്മ എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞാൽ നീയൊക്കെ ഒരു തന്തേനാണോ വിളിക്കുന്നേ? എന്നാ പിന്നെ നാളെ തൊട്ട് സിറ്റിയിൽ വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞാൽ നിന്റെയൊക്കെ തന്തയ്ക്ക് വിളിക്കാലോ. ഇതിപ്പോ നിങ്ങളാണ് ബ്രോ ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പറയണത് പോലെ ഡ്രോപ്പ് ചെയ്യൽ പരിപാടി ഒന്നും ഞങ്ങളുടെ അതൊക്കെ അതിനെ നമ്മളെ പ്ലെയർ ഡൗൺ ആയപ്പോ നമ്മളും കയറി അടിച്ചു. മനസ്സിലായോ? നാളെ പ്രീവാർ ഞങ്ങളിവിടെ വന്നേ. മനസ്സിലായോ? സമയം മാത്രം പറഞ്ഞാൽ മതി. സമയം എപ്പോഴാണെന്ന് പറഞ്ഞാൽ മതി. അല്ല അത് നിങ്ങളല്ലേ പറയണ്ടേ? നിങ്ങളല്ലേ ഡൗൺ ആയത്? അപ്പൊ നിങ്ങൾ പറഞ്ഞോ. ഞങ്ങള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് വന്നത്. എടാ നിങ്ങള് കമ്മ്യൂണിക്കേറ്റ് അല്ല പ്രോപ്പർ ഒരു കാര്യം ചോദിക്കട്ടെ. നീ റിപ്പയറിന്റെ അവിടെ ചർച്ച നടക്കണ്ടല്ലോ, എന്നിട്ട് വീണ്ടും കണ്ടായിരുന്നല്ലോ. നീ അടിച്ചതൊന്നും കാണേണ്ട ആവശ്യമില്ല മാക്കെ. റീഎൻട്രി ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ ആരും വന്നില്ല രണ്ടാമത്. ഞങ്ങൾക്ക് മറ്റേ FRP ഒന്നും വലിക്കണ്ട. ഞങ്ങൾക്ക് FRP വലിക്കണം. ഞങ്ങളുടെ കൂടുതൽ വേണ്ട. ഞങ്ങളത് വലിക്കുന്നില്ല. വാസു ബ്രോ, നമ്മള് നിങ്ങളെ ഒരു ഹോസ്റ്റേജ് ഇവിടെ കൊണ്ടുവന്ന് ആ ഹോസ്റ്റേജിനെ ഹോൾഡ് ഇട്ട സമയത്ത് നമ്മളൊരു പ്ലെയറിനെ KV അവിടെ അടിച്ചു എന്ന് പറഞ്ഞാൽ അത് നോക്കാൻ പോണതിന്റെ അടിയിൽ നിങ്ങളാണ് വന്നാണ്ട് നമ്മളെ ഫിറ്റ് ചെയ്തത്. മനസ്സിലായോ? അല്ലല്ല, നിങ്ങളാണ് നമ്മളെ വന്ന് ഫിറ്റ് ചെയ്തത്. അതൊന്നും ഞങ്ങൾക്ക് നോക്കണ്ട. അല്ല, അപ്പൊ നിങ്ങൾ ഒരു ഹോസ്റ്റേജ് നമ്മളെ കയ്യിലുണ്ടാവുമ്പോ പിന്നെ നിങ്ങൾ എങ്ങനെ ബാക്കിയുള്ള ആൾക്കാർ വന്നാണ്ട് നമ്മളെ ഫിറ്റ് ചെയ്യോ? മറുപടി പറയാം. ഞാൻ ചോദിക്കുന്ന മറുപടി ഹോസ്റ്റേക്ക് നമ്മളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് KV ആയിട്ട് നിങ്ങളുടെ പ്ലേസ് ഒരുത്തം കൊണക്കാൻ പോയതിന് ഞങ്ങൾ എന്ത് ചെയ്ത്? അല്ല ഓക്കെ, നിങ്ങളൊരു ഹോസ്റ്റേജ് നമ്മളെ കയ്യിലുണ്ട് എന്ന് വാർച്ചായിട്ട് ഇട്ടിട്ട് പിന്നെ നിങ്ങൾ എന്തിനാ പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ട് ഷേക്കിനടുത്ത് മന്ത്രം പറയാതെ. ഇല്ലല്ല, നമ്മളടുത്ത് അടിമ വന്നിട്ട് അല്ലല്ല വാസു ബ്രോ, നമ്മളടുത്ത് അടിമ വന്നിട്ട് എന്താ പറഞ്ഞതറിയോ? നമ്മളടുത്ത് അടിമ വന്നിട്ട് TV ഇല്ല ഹോസ്റ്റേജ് ഓൾഡ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇല്ല, ഹോസ്റ്റേജ് ഓൾഡ് എന്ന് മാത്രമേ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളൂ. നിനക്ക് ഫ്രീ വാർ അടിക്കണം എന്നുണ്ടെങ്കിൽ നിനക്ക് നാളെ ഫ്രീ വാർ അടിക്കണം, അല്ലാതെ പോണ വേണ്ട. മനസ്സിലായോ? നീയൊക്കെ ഇന്നൊരാള് വന്നിട്ടല്ലടാ നിനക്കൊക്കെ കൊണക്കാൻ കഴിയുള്ളൂ. നീയല്ല ഒറ്റക്ക് വന്ന് കൊണക്കടാണ്. മനസ്സിലായോ? പോണ കണ്ടി പോണ
തീർച്ചകണ്ടി ഈ പോടാ അമ്പി ഞങ്ങളുടെ കാര്യം ഞാൻ പറയണം. നാളെ 10 മണിയാകുമ്പോ ഞങ്ങൾ പ്രിയവാറുള്ളൂ. ഞങ്ങൾ 10 മണിയാകുമ്പോഴത്തേക്കും പ്രിയവാറിന് റെഡിയാണ്. നാളെ സിറ്റുവേഷൻ അങ്ങനെ ഇതാക്കണം. ഞങ്ങൾക്ക് 10 മണിക്ക് ഞങ്ങൾ ഉണ്ടാവും. ഞങ്ങൾ നാളെ 10 മണിക്ക് സിറ്റുവേഷൻ ഓൾഡൊന്നും ബാക്കിയേക്കല്ലേടാ നാളെ ചേക്ക് നിക്കറില്ലാതെ ഓട് മനസ്സിലാവണം.